അർജുനനും മഹാദേവനും കൂടിയുള്ള ഒരു യുദ്ധത്തിൻ്റെ കഥയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കഥയാണ് നമ്മൾ ചൊല്ലിയിട്ട് വീട് വിടാന്ന് പറയാൻ ഒരുപാടുണ്ട്. എന്നാലും ചുരുക്കമായിട്ട് പറയാം. ഈ അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു തീരുമാനം, അങ്ങനെ വേടരൂപമായിട്ട് പരമശിവൻ നായാടുകയും അർജുനൻ വേറൊരു രൂപത്തിൽ അർജുനൻ അങ്ങനെ വനത്തിലൂടെ നടന്ന് പോകുന്ന സമയത്ത് രണ്ടുപേരും കാണാനിടയിൽ അങ്ങനെ പന്നിയുടെ രൂപത്തിൽ മൂകാസുരൻ എന്ന് പറയുന്ന അസുരൻ പന്നിയുടെ രൂപത്തിൽ വരുന്ന സമയത്ത് മാർഗമധ്യേ രണ്ടാളും ആ പന്നീനെ കണ്ടു. അപ്പോൾ അവിടുന്ന് പന്നീനെ എയ്തു, അർജുനനും എയ്തു, ഭഗവാനും എയ്തു. അപ്പോൾ അതിൽ എൻ്റെതാണ് അമ്പ് കൊണ്ടിരുന്നാന്ന് പറയുന്നത്. അർജുനൻ പറഞ്ഞു എൻ്റെ അമ്പാന്ന്, പരമശിവൻ പറഞ്ഞു, വേടം പറഞ്ഞു എൻ്റെ അമ്പ കൊണ്ടിരുന്നു. അങ്ങനെ രണ്ടുപേരും ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടു. അസ്ത്രം കൊണ്ട് തീർന്നു. പിന്നെ ദ്വന്ദ്വയുദ്ധം അങ്ങനെ ഒത്തിപ്പിടിവിട്ട് രണ്ടാളും കൂടി ഭൂമിയിൽ പതിക്കുമ്പം അവിടെ നിന്ന് ഭഗവാന്റെ പൂർണ്ണരൂപം കാണിച്ചു കൊടുത്ത് എന്നുള്ള ഒരു കഥയുണ്ട്. പിന്നീടുള്ള കാലങ്ങളിൽ അത് നമ്മൾ ഋഷിപുത്രന്മാരായിരിക്കുന്ന നമ്മളെ മലയന്മാർക്ക്, അപ്പോൾ പരമശിവന് കണ്ണേർ ദോഷം തട്ടി. അപ്പോൾ കണ്ണേർ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് അനവധിയായിരിക്കുന്ന ആൾക്കാരെല്ലാം പോയെങ്കിലും അതൊന്നും സാധിക്കാത്ത സമയത്ത് ഭാരതപ്പുറ്റും ഭാരത മണിപ്പുറ്റും രണ്ട് പിറ്റകൾ ഉണ്ടാക്കി ഭഗവാൻ. അതിൽ നിന്ന് ഭാരതപ്പെരുമലയിലും ഭാരതപ്പെരുമലയിലും രണ്ട് ആൾക്കാരെ സൃഷ്ടിച്ചു. യോനി ദൃഷ്ടില്ലാതെ ഞങ്ങളെ സൃഷ്ടിച്ചു, നമ്മളെ പൂർവികന്മാരെ. അപ്പം അന്ന് അവരെ ആ ഒരു വിഷമതിയെല്ലാം തീർന്നതിന് ശേഷം വരദാനമായിട്ട് പറഞ്ഞ് എൻ്റെ ഈ പിറന്നാമം പറഞ്ഞ് കർക്കിടക മാസം, അതായത് ആദ്യം വ്യാധി ഉള്ളതായിരിക്കുന്ന മാസം ആടിമാസക്കാലം എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ഈ രൂപത്തെ ധരിപ്പിച്ച് നിങ്ങൾ വീട് വിടാന്തരം കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നെന്നുള്ളതായിരിക്കുന്ന അന്നത്തിൻ്റെ വഴി ഉണ്ടാവും എന്ന് പറഞ്ഞ് നമുക്ക് വരവും തന്നെ അങ്ങനെ ഇതായ ഒരു കഥയുണ്ട്. വനത്തിൽ പൂക്ക് പോയി വിളി കൂട്ടുമ്പോൾ കേട്ടു മൃഗങ്ങൾ പക്ഷികളെല്ലാം ഭയപ്പെട്ടു. പൂരം കുറും പന്നിയിടും പൂജന്ന പൂരം കുറും പന്നി വിരികീരിയിടും പൂജന്നാൽ കറ്റം കതിർമാമന്നിടുമ്പോഴോ അലറിപ്പാഞ്ഞു. കാട്ടി കരടി ചെന്നായി നടന്നു കൂട്ടം ജലർന്നാ കാട്ടാന ഇളകിപ്പാഞ്ഞു. ഓടി മതിച്ചവര് പെരുവാട് കടവിൽ തന്നെ ഉടുമെരുവത്തെ വധിപ്പാനായി തുടങ്ങും. അപ്പോൾ ഇളകി ഭൂതത്തടി കണ്ടാൽ ഭയപ്പെടും. എന്റെ ചരിതം കണ്ടാൽ ഭയപ്പെടും. അവന്റെ ചരിതം കണ്ടാൽ വരവിലവന്റെ ചൂത്തിപ്പൊരിയും കരുതിച്ചെറുപോട്ട് ശബ്ദത്തെ വലിച്ചു നോക്കി കലഹിച്ചവൻ നിൽക്കുമ്പോൾ തുടവിട്ടമ്പ് കെട്ടങ്ങവരുടെ അടയാളങ്ങൾ ഒറ്റക്കാൽ ഒരുമിച്ചു നിന്നില്ല. മറ്റേ കരയും തടവി അണിഞ്ഞ മങ്കിയുടെ ഭാഗത്ത് ചന്ദ്രക്കലകളുണ്ടൊരു ഭാഗത്ത് പെരുവ് തേടി കേടനാറടുത്തു. എന്റെ അമ്മ 100 പെരും എന്റെ പെരുമേനെ തിരിക വേണം. പെരുവന്താരാകിലും പിങ്ങി തിരിക വേണം. അമ്മൻ തിരികയില്ല പെരുവൻ തിരികയില്ല. ഇപ്പോൾ ചെന്നിട്ട് കൊടുക്കുന്നതായാളിപ്പോ തണ്ട കൊണ്ട് യുദ്ധങ്ങൾ പലതും ചെയ്തു. കണ്ടകരിവേട് ഭൂമിയിലിട്ടടക്കിക്കൊണ്ട് അസ്ത്രം മഴ പോലെ വർഷിച്ചു പാർഥനം. അസ്ത്രം പിടിച്ചു നേരെയടി നീട്ടി കുത്തിപ്പിടിവിട്ടു ധരണിയിൽ വീഴും നേരം. കുത്തിപ്പിടിവിട്ടു ധരണിയിൽ വീഴും നേരം ചന്ദ്രക്കലയോ തെറ്റിക്കുറിയും. അയ്യോ ഭഗവാൻ നിമേഷമറന്നില്ല നിങ്ങൾ നീ ഭയപ്പെടാതിരിപ്പു കേട്ട.